എന്റെ പൊന്നു ചെങ്ങായിമാര്, നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു 400 ഗ്രാം ചെമ്മീൻ എടുത്തിട്ട് വേഗം വാ, നമുക്ക് ഇന്നൊരു കിടിലൻ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ 400 ഗ്രാം ചെമ്മീൻ വൃത്തിയാക്കി അതിന്റെ നാരൊക്കെ എടുത്ത് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യമുള്ളതാണ് ഉള്ളി, കുനുകുന അരിഞ്ഞതും, കുനുകുന തന്നെ അരിയണേ, 2 പച്ചമുളക് റൗണ്ടിൽ മുറിച്ചതും, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വീണ്ടും കുനുകുന അരിഞ്ഞത്. പിന്നെ വേണ്ടത് 1/2 കപ്പ് ചിരകിയ തേങ്ങ, ഫ്രഷ് ആയി ചിരകിയതാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്, അല്പം കറിവേപ്പിലയും, പിന്നെ ഒരു 4 വെളുത്തുള്ളി റൗണ്ടിൽ നൈസായി മുറിച്ചതും. കഴിഞ്ഞില്ല, പോകല്ലേ, ഒരു 6 ചെറിയ ഉള്ളിയും കൂടി റൗണ്ടായി മുറിച്ചത് വേണം. ഓക്കെ, ഇനി ഇതൊക്കെ ഒരു സൈഡിലേക്ക് അങ്ങോട്ട് നീക്കിയേക്ക്. ഒരു ബൗൾ എടുത്തിട്ട് വാ, കുറച്ച് സാധനങ്ങൾ മിക്സ് ആക്കാനുണ്ടേ. എന്നാ പിന്നെ ആ ചെമ്മീൻ അതിലേക്ക് അങ്ങ് തട്ടിക്കോ, ഒന്നും നോക്കണ്ട. ഇപ്പൊ പോയേനെ കയ്യിന്ന്. ഇനി ഇതിലേക്ക് മുറിച്ചു വെച്ച ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അല്പം കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി കുറച്ച് മസാല കൂടി ചേർക്കണം. 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. എന്റെ കയ്യിലുള്ള മുളക് പൊടി തീരെ എരിവ് കുറവായോണ്ടാണ് ഞാൻ ഇത്രയും യൂസ് ചെയ്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. ഞാനൊരു ഭംഗിക്ക് സ്പൂൺ ഉപയോഗിച്ചതാ കേട്ടോ, കാര്യാക്കണ്ട, കൈ വെച്ച് മിക്സ് ചെയ്താൽ മതിയെന്നേ. ഇപ്പൊ നോക്കിക്കേ, എല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി അടുപ്പത്തൊരു ചട്ടി വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വെള്ളത്തിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, വെള്ളം ഒഴിക്കാണ്ട് തന്നെ ചെമ്മീനിന്ന് വെള്ളം ഇറങ്ങും. ചെമ്മീൻ പെട്ടെന്ന് വേവുന്ന ഒന്നാണ്. അധിക സമയം വെച്ച് വേവിച്ചാൽ ഇത് റബ്ബർ പോലെ ആവാൻ ചാൻസ് ഉണ്ട്. ഒരു ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. എണ്ണ ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി റോസ്റ്റ് ആവാൻ തുടങ്ങും. ഏത് മീൻ മുന്നിൽ വെച്ചാലും അതിൽ ചെമ്മീൻ ഉണ്ടെങ്കിൽ എനിക്ക് അത് മാത്രമേ വേണ്ടൂ. എന്റെ ഫേവറേറ്റ് മീൻ ചെമ്മീനാണ്. നിങ്ങളുടെ ഏതാന്ന് കമന്റ് ബോക്സിൽ ഇട്ടേക്കണേ. ചട്ടി ആയോണ്ട് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പൊ നോക്കിക്കേ, ചെമ്മീന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ വെന്ത് വരും. അടച്ചു വെച്ച് കുക്കാക്കാം. ഇത് ഉണ്ടാക്കുമ്പോ എനിക്ക് ചെറുപ്പത്തിലുള്ള ഒരു കാര്യം ഓർമ്മ വന്നു. ചെറുപ്പത്തിൽ ഞാനും അനിയനൊക്കെ അടിയാന്ന് ചെമ്മീനിന് വേണ്ടി. അമ്മക്ക് ലാസ്റ്റ് പിരാന്താവും. നിങ്ങൾ എന്തേലും ചെയ്യ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി പ്ലേറ്റ് ടേബിളിന്റെ മേലെ വെച്ചിട്ട് അങ്ങ് പോകും. അനിയൻ കാണാണ്ട് ചോറിന്റെ ഇടയ്ക്ക് ഒളിപ്പിച്ച് വെക്കുന്നതൊക്കെ ഓർമ്മ വരും. നിങ്ങൾ ചെയ്യാറുണ്ടോ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ? അതൊക്കെ ഒരു രസല്ലേ അല്ലേ? ശരി, ചെമ്മീൻ ഇവിടെ വെള്ളം വറ്റി നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് ഈ ചട്ടി ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഒരു ചെറിയ പണി കൂടി ഉണ്ടേ. ഇനി നമ്മൾ ചെമ്മീൻ പെരക്കിയ പാത്രമില്ലേ, അത് കഴുകല്ലേ. അതിലേക്ക് നമ്മൾ ചിരകിയ 1/2 കപ്പ് തേങ്ങയിട്ട് ആ മസാല തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം.
അതായത് രമണ, ആ പാത്രത്തിൽ ബാക്കിയുള്ള വരുന്ന മസാലയില്ലേ, അതൊക്കെ അങ്ങ് മിക്സ് ആക്കി എടുത്താൽ മതിയെന്നേ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായാൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് മുറിച്ചു വെച്ച ചെറിയ ഉള്ളി ചേർത്ത് നന്നായി വറുത്തെടുക്കാം. ഉള്ളിന്റെ കളറൊക്കെ ഒന്ന് മാറി ബ്രൗൺ ആയി വരണം. തീ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. നോക്കിക്കേ, ഉള്ളിയൊക്കെ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മസാല പരക്കി വെച്ച തേങ്ങ ഇട്ട് നന്നായി വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം കേട്ടോ. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അയ്വാ, നല്ല സ്മെൽ വരുന്ന ആ തേങ്ങേന്റെയും ആ എണ്ണയുടെയും ഒക്കെ. ഇനി ലാസ്റ്റ് ലേശം കറിവേപ്പില കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഗ്യാസ് ഓഫ് ആക്കി വെക്കാം. ഇനി നമ്മൾ ചെമ്മീൻ ഒന്നുകൂടെ ഗ്യാസ് സ്റ്റവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കാം. എന്നിട്ട് ചൂടോടെ ഈ തേങ്ങ വറുത്തത് ചേർത്ത് നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും ഷിങ് ഷിങ് മിക്സ് ആക്കി എടുക്കാം. ഇപ്പൊ തന്നെ വായിൽ വെള്ളം വരുന്നില്ലേ? നല്ല ചൂട് ചോറിന് ഇത് മാത്രം മതി കേട്ടോ. എൻ്റെ അമ്മോ, തീരുന്ന അറിയില്ല. ആ മസാലയും ചെമ്മീനൊക്കെ നന്നായി യോജിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് ഈ റെസിപ്പി ട്രൈ ആക്കാൻ പറയാനും മറക്കരുതേ. എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ് ബോക്സിൽ അഭിപ്രായം വന്ന് പറയണേ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ വണക്കം.